ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയൻ പാർവതിയെ കൈലാഷിനെ ഏൽപ്പിച്ച ശേഷം തിരിച്ചു പോവുകയാണ്. ആ സമയത്താണ് ഗന്ധർവൻ കൊടുത്ത ആ സാധനം കണ്ടതോടുകൂടി എല്ലാ സാധനങ്ങളും എടുത്ത് വലിച്ചെറിയുകയാണ്. അതോടുകൂടി പെട്ടെന്ന് പാർവതിയുടെ ഭാവവ്യത്യാസം കൈലാഷ് അറിയുകയാണ്. അത് തൊട്ടതോടുകൂടി അതെല്ലാം വലിച്ചെറിഞ്ഞതോടുകൂടി പാർവതി ദേഷ്യപ്പെട്ട് കൈലാഷിനെ അങ്ങ് ഒരു തള്ളു വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാം തന്നെ വാരിയെടുത്ത് ബാഗിലേക്ക് തന്നെ ആക്കിയ ശേഷം കൈലാഷിനോട് പറയണേ, സാർ എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കും, പക്ഷേ ഇതൊന്നും കളയാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ ഗന്ധർവൻ തന്ന സാധനങ്ങൾ കളയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഗന്ധർവനോടുള്ള ആത്മാർത്ഥമായ ആ സ്നേഹം കണ്ട് കൈലാഷ് തന്നെ അതിശയിച്ചു പോവാണ്. അപ്പോൾ കൈലാഷ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവള് ഗന്ധർവൻ പ്രിയനാണെന്ന് അറിയാതെയാണ് ഇത്രമാത്രം അധികം പ്രിയനെ സ്നേഹിക്കുന്നത്, ഇവളെ ഞാൻ എങ്ങനെ ഇതിൽ നിന്നും തിരുത്തും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ നേരെ പാർവതിയും മറ്റ് ഓഫീസിലേക്ക് പോകുന്നത്. അപ്പോൾ കൈലാഷ് ഗന്ധർവൻ്റെ എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞതും എല്ലാം പ്രിയൻ കാണുന്നുണ്ട്. അപ്പോൾ പ്രിയൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഗന്ധർവൻ ഞാനാണെന്നുള്ളത് അറിയാതെയാണല്ലോ പാർവതി എന്നെ ഇത്രമാത്രം അധികം സ്നേഹിക്കുന്നത്, എൻ്റെ ഗതികേട് മറ്റാർക്കും വരരുത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പ്രിയൻ വീട്ടിലേക്ക് പോകുന്നത്. ഈ സമയം ഹോസ്റ്റലിൽ ഐഷയും മീരയും ജെനിഫറും കൂടി സംസാരിക്കുകയാണ്. ആ സമയത്ത് ഐഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെനിഫർ മൊബൈലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് പാർവതിയെ ആ തട്ടിപ്പ് സംഘത്തിൽ നിന്നും രക്ഷിച്ച ആ വീഡിയോ ആണ് ജെനിഫർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പാർവതി സംസാരിക്കുന്നത് കേട്ടപ്പോൾ മീര പറയണേ, എന്താണ് ജെനിഫർ നീ കാണിക്കുന്നത്, ഐഷ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ല, ഇനി അത് ഓഫ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ അതിലെ ആ ഒരു സൗണ്ട് കേട്ടതോടുകൂടി ഐഷയ്ക്ക് പാർവതിയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഐഷ പറയണേ, വേണ്ട ജെനിഫർ, നീ ആ വീഡിയോ ഒന്നുകൂടി ഓൺ ചെയ്തേ എന്ന് പറയുമ്പോൾ, എന്തിനാണ്, അതൊക്കെ അന്ന് നമ്മൾ ടി വിയിൽ കണ്ടതല്ലേ, അല്ല ഇതിലൊരു കാര്യമുണ്ട്, നീ അതൊന്ന് ഓൺ ചെയ്തേ. അങ്ങനെ ജെനിഫർ അത് വീണ്ടും ഓൺ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് അവർ മൂന്ന് പേരും കൂടി അത് കേൾക്കുന്ന സമയത്ത് മീര നല്ല ടെൻഷനായിട്ടാണ് നിൽക്കുന്നത്. ഐഷക്കെങ്ങാനും പാർവതിയാണത് എന്നുള്ളത് മനസ്സിലാകുമോ എന്നുള്ള പേടിയിലിട്ടോ. പെട്ടെന്നാണ് ഐഷ പറയുന്നത്, ജെനിഫർ നീ ശ്രദ്ധിച്ചോ, ഇത് നമ്മളുടെ പാർവതിയുടെ വോയിസാണ്, പാർവതിയാണ് ഇത്, നമുക്കാർക്കും ഇതുവരെയും അത് മനസ്സിലായില്ല. അതോടുകൂടി മീര പെട്ടെന്ന് അങ്ങ് ടെൻഷനായി പോവണം. എന്നിട്ട് മീര പറയണേ, ഇല്ല നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്, ഇത് പാർവതിയൊന്നുമല്ല, അല്ല എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് ഐഷ പറയണ, അല്ല ജെനിഫർ നിനക്കിത് എന്നാണ് ഉണ്ടായത് എന്നുള്ളത് ഓർമ്മയുണ്ടോ? അപ്പോൾ ജെനിഫർ പറയണ, അന്ന് നമ്മൾ വീട്ടിലേക്ക് പോയില്ലേ, അതിൻ്റെ ശേഷമാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്, നമ്മൾ അന്ന് തിരിച്ചു വന്നാണ് ഇതൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ ഇത് ഉണ്ടായിട്ടുണ്ട്, അന്ന് തന്നെയല്ലേ ഹോസ്റ്റലിൽ നിന്നും പാർവതിയെ പുറത്താക്കിയത്, പാർവതിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഭൂമിക മേഡത്തിന് മനസ്സിലാവാതെയാണ് ഭൂമിക മേഡം പാർവതിയെ പുറത്താക്കിയിട്ടുള്ളത്. ഇപ്പം തന്നെ ഈ സത്യങ്ങളെല്ലാം തന്നെ ഭൂമിക മേഡത്തിനോട് പറയണം. അതോടുകൂടി മീര പേടിക്കുകയാണ്. അപ്പോൾ മീര പറയണ, വേണ്ട ജെനിഫർ, വേണ്ട ഐഷ എന്ന് പറയുമ്പോൾ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, ഭൂമിക മേഡം അറിയാത്തത് കൊണ്ടാണ്, ഭൂമിക മേഡത്തിനോട് ഇപ്പം തന്നെ പാർവതിയെക്കുറിച്ച് പറയണം, എന്നിട്ട് പാർവതിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ മീര പറയണേ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് മീര എല്ലാ കാര്യങ്ങളും ജെനിഫറിനോടും ഐഷയോടും പറയാൻ ഒരുങ്ങാണ്. മീര എല്ലാ കാര്യങ്ങളും കരഞ്ഞുകൊണ്ട് വിശദമായി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേട്ടതോടുകൂടി ഐഷയും ജെനിഫറും അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ മീരയെ അവർ രണ്ടുപേരും അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, പാർവതി എടുത്ത തീരുമാനം ശരി തന്നെയാണ്, തൽക്കാലം ഇപ്പോൾ ഭൂമിക മേഡത്തിനോട് പാർവതി ചെയ്ത ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാതിരിക്കുക തന്നെയാണ് നല്ലത്, അതുകൊണ്ട് നമുക്ക് മേഡത്തിനോട് പറയേണ്ട എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഇത് കേട്ടും കൊണ്ടാണ് ഭൂമിക മേഡം വരുന്നത്. അങ്ങനെ എന്താണാവോ എന്നോട് അറിയിക്കേണ്ട എന്ന് പറഞ്ഞത്, എന്ത് സത്യമാണ് നിങ്ങൾ മറച്ചു വെച്ചത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി ഇവർ മൂന്ന് പേരും അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് ഭൂമിക മേഡം ഇവരുടെ അടുത്തേക്ക് വരികയാണ്. എന്താ ഐഷ എന്നോട് പറയരുത് എന്ന് പറഞ്ഞത്, എന്താണ് കാര്യം? അപ്പോൾ പെട്ടെന്ന് ഐഷ പതർച്ചയോട് കൂടി പറയണേ, അത് പിന്നെ പാർവതിയെ ഞങ്ങൾ മൂന്ന് പേരും പോയി കണ്ട് സംസാരിക്കാമെന്ന് കരുതി, അപ്പോൾ അതിനെക്കുറിച്ച് ഭൂമിക മേഡത്തിനോട് പറയണ്ട എന്ന് പറഞ്ഞതാണ്. ഓ അത് ശരി, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എതിരാണെന്നാണോ നിങ്ങൾ കരുതിയത്? മീര പറയണ, അയ്യോ മേഡം അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഓരോന്നും എന്നിൽ നിന്നും മറച്ചു തുടങ്ങിയ അന്നു മുതൽ ഞാനും നിങ്ങളും തമ്മിൽ വിലയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ നിങ്ങൾ ഓരോരുത്തരും എന്നിൽ നിന്നും ഇപ്പോൾ ഓരോന്നും മറച്ചു വെക്കുന്നത്. ഇനി മുതൽ നിങ്ങളോട് ഞാൻ ഒരിക്കലും പാർവതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയില്ല എന്നും പറഞ്ഞ് ഭൂമിക അവിടെ നിന്നങ്ങ് പോവാണ്. അപ്പോൾ ഭൂമിക പോയി കഴിഞ്ഞ ശേഷം ജെനിഫർ പറയണ, ഐഷ നീ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ മേഡത്തിന് നല്ല വിഷമമായിട്ടുണ്ട്, മേഡം പറഞ്ഞത് നീ കേട്ടില്ല, അത് പിന്നെ ഞാൻ സത്യങ്ങളൊന്നും ഭൂമിക മേഡം അറിയരുത് എന്ന് കരുതിയാണ് ഇങ്ങനെ പറഞ്ഞത്. മീര കരഞ്ഞുകൊണ്ട് പറയണേ, എല്ലാം ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്, എല്ലാം എൻ്റെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ ഐഷയും ജെനിഫറും പറയണ, മീര നീ വിഷമിക്കരുത്, പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി പാർവതി നമ്മോടൊപ്പം ഈ ഹോസ്റ്റലിലേക്ക് തന്നെ വരും, ഇതുവരെ നമുക്ക് കാത്തിരിക്കാം,
പിന്നീട് കൈലാഷും പാർവതിയും കൂടി ഓഫീസിലെത്തുകയാണ്. അപ്പോൾ അവർ കാറിൽ വന്ന് ഇറങ്ങുന്നത് കാണുകയാണ്. എന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, കൈലാഷ് അല്ല പാർവതിയെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ആക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടേക്ക് കൊണ്ടുവന്നത്? പിന്നെ പാർവതിക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യണം, എന്നിട്ട് വൈകിട്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നാണ് പാർവതി പറഞ്ഞത്. അതാണ് ഇവിടേക്ക് വന്നത്. മുക്ത പറയണ, പാർവതി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ എല്ലാ സത്യവും ഭൂമിക മേഡത്തിനോട് പറഞ്ഞേക്ക്. അങ്ങനെ ആകുമ്പോൾ നിനക്കും ഈ കഷ്ടപ്പാടില്ല, കൈലാഷിനും ഇതുപോലെ കഷ്ടപ്പെടേണ്ട. അപ്പോൾ കൈലാഷ് പറയണ, മുക്ത നീ ഒന്നും മിണ്ടാതിരിക്കും, അവളെ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്നിട്ട് പാർവതിയോട് പറയണ, പാർവതി നിന്റെ ഈ ബാഗും ഈ സാധനങ്ങളെല്ലാം തന്നെ കാറിൽ തന്നെ വെച്ചേക്ക്. അപ്പോൾ പാർവതി ഗന്ധർവം കൊടുത്ത് ആ ബാഗിലേക്ക് നോക്കുകയാണ്. നേരത്തെ തന്നെ കൈലാഷ് സാർ അതെല്ലാം തന്നെ വലിച്ചെറിഞ്ഞതാണ്. അപ്പോൾ ഞാൻ കാറിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ഇത് നശിപ്പിക്കും, അത് വേണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പാർവതി പറയണം, അത് വേണ്ട ഞാൻ തന്നെ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് പാർവതി അതുമായി നേരെ ജോലി സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ പാർവതി അത് അനുസരിക്കാതെ നിൽക്കുമ്പോൾ മുക്തയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്ന കൈലാഷിന് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, അതെന്താ കൈലാഷ് അവളിത് വെക്കാൻ പറഞ്ഞിട്ട് കാറിൽ വെച്ചില്ലല്ലോ? അത് മറ്റൊന്നുമല്ല, ആ പ്രിയൻ അയച്ചു കൊടുത്ത എല്ലാ സാധനങ്ങളും ആ ബാഗിനകത്താണുള്ളത്. അതെങ്ങാനും ഞാൻ നശിപ്പിച്ച് കളയുമോ എന്നുള്ള പേടിയിലാണ് ഇപ്പോൾ അവൾ ജോലി ചെയ്യുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. മുക്ത നീ ഒരു കാര്യം ചെയ്യേ, ഗന്ധർവൻ അയച്ചു കൊടുത്ത പ്രിയൻ അയച്ചു കൊടുത്ത എല്ലാ സാധനങ്ങളും ആ ബാഗിനകത്താണുള്ളത്. അത് ഒരെണ്ണം പോലും അവശേഷിക്കാതെ എല്ലാം നീ നശിപ്പിച്ച് കളഞ്ഞേക്കണം എന്ന് പറഞ്ഞ് കൈലാഷ് നേരെ ഓഫീസിനകത്ത് കയറുകയാണ്. അപ്പോൾ കൈലാഷിനെ മുക്ത ഒരുപാട് എരിപിരി കയറ്റുന്നുണ്ട്. അങ്ങനെ കൈലാഷ് പറയണേ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, എന്നിട്ട് റെഡിയായി വരാം. അപ്പോഴത്തേക്കും പാർവതിയുടെ കയ്യിലുള്ള ഗന്ധർവൻ കൊടുത്ത ഒരു സാധനം പോലും ബാക്കിയാവരുത്, അതെല്ലാം തന്നെ നീ നശിപ്പിച്ച് കളഞ്ഞേക്കണം എന്ന് പറഞ്ഞ് കാർ എടുത്തുകൊണ്ട് കൈലാഷ് വീട്ടിലേക്ക് പോവാട്ടെ. അപ്പോൾ മുക്ത കൈലാഷിനോട് പറയണേ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കൈലാഷ്, എല്ലാം തന്നെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞോളാം, നീ തിരിച്ചെത്തുന്നതിൻ്റെ മുന്നേ ഞാൻ അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞോളാം എന്ന് പറഞ്ഞ് മുക്ത നേരെ കരുണാകരൻ്റെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് കരുണാകരനോട് കാര്യം പറയാണ്, ആ പാർവതി ഗന്ധർവൻ കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്, അവൾ അറിയാതെ അതെല്ലാം തന്നെ നശിപ്പിക്കണം. അപ്പോൾ കരുണാകരൻ, അതിനെന്താ ഞാൻ നശിപ്പിച്ചോളാം എന്ന് പറയട്ടോ. ഈ സമയം പാർവതി വിഷമത്തോടു കൂടി അവരുടെ അടുത്തേക്ക് ചെല്ലാണ്, മോഹനിൻ്റെയും ജയന്തിയുടെയും സൗസോവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ മോഹനനും ജയന്തിയും സൗസവും കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. എന്ത് പറ്റി, എന്താ പാർവതി എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ എല്ലാ കാര്യങ്ങളും പാർവതി പറയുകയാണ്. അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് പറയുകയാണ് മോഹനോടും ജയന്തിയോടും സൗസോവിനോടും, പ്രിയൻ ചേട്ടൻ എല്ലാവരെയും വിട്ട് പോയി, പ്രിയൻ ചേട്ടൻ പോയി എന്ന് പറഞ്ഞങ്ങ് പൊട്ടിക്കരയുകയാണ്. അത് കാണുന്ന ജയന്തിക്കും സൗസോവിനും മോഹനും അങ്ങ് സങ്കടം വരിക കേട്ടോ. അപ്പോൾ ജയന്തി പറയണേ, നിനക്ക് തടയാൻ കഴിഞ്ഞില്ലേ പാർവതി എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ എത്ര പറഞ്ഞിട്ടും പ്രിയൻ ചേട്ടൻ അനുസരിച്ചില്ല, പ്രിയൻ ചേട്ടൻ്റെ അമ്മയും അനിയത്തിയും ഒക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പക്ഷേ പ്രിയൻ ചേട്ടൻ അതൊന്നും അനുസരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ജയന്തി ചോദിക്കുകയാണ് മോഹനോട്, അല്ല മോഹനല്ലേ പറഞ്ഞത് പ്രിയൻ ഒരിക്കലും പോവില്ല എന്നുള്ളത്, എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? അപ്പോൾ മോഹനൻ പറയണേ, എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു, പക്ഷേ എൻ്റെ വിശ്വാസം തെറ്റി. പക്ഷേ പാർവതി നിനക്ക് ഇപ്പോഴും എന്തുകൊണ്ടാണ് പ്രിയൻ പോകുന്നത് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് പറയണേ, ഇല്ല മോഹൻ ചേട്ടാ, എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ഞാൻ പ്രിയൻ ചേട്ടനെ തടഞ്ഞു നിർത്തുമായിരുന്നല്ലോ. അപ്പോൾ സൗസോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണേ, പ്രിയൻ ചേട്ടൻ എന്നെ ഒരു അനിയത്തെ പോലെയാണ് കണ്ടത്, അതെല്ലാം പച്ചക്കള്ളമായിരുന്നോ? ഞാൻ തലയ്ക്ക് സുഖമില്ലാത്തവളല്ലേ, ഞാൻ എല്ലാം മറന്നു പോകുന്നവളല്ലേ, അതുകൊണ്ടായിരിക്കും എന്നോട് പോലും ഒന്നും പറയാതെ പ്രിയൻ ചേട്ടൻ പോയത് എന്ന് പറഞ്ഞ് സൗസോ കരയുന്ന സമയത്ത് പാർവതി പറയണേ, ഇല്ല സൗസോ, പ്രിയൻ ചേട്ടൻ അങ്ങനെയുള്ള ഒരു ആളൊന്നുമല്ല. അപ്പോൾ മോഹനൻ പറയണ, അല്ല പാർവതി, നിനക്ക് പ്രിയൻ പോയതിൽ വല്ലാത്ത വിഷമമില്ലേ? ഉണ്ട്, എനിക്ക് പിന്നെ ഇല്ലാതിരിക്കുമോ? അപ്പോൾ ജയന്തി പറയണേ, എന്താ മോഹൻ ചോദിക്കുന്നത്? അതല്ല ജയന്തി, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ പാർവതി. നമ്മളെ എല്ലാവരെയും പോലെയല്ല പാർവതിയും പ്രിയനും ഉള്ളത്. പ്രിയൻ അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, പ്രിയനെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള പരിചയമാണ്, പക്ഷേ പാർവതിയെ അങ്ങനെയല്ല, പാർവതി ഇവിടേക്ക് വരാൻ കാരണം തന്നെ പ്രിയനാണ് എന്ന് പറഞ്ഞ് മോഹനെ എല്ലാ സത്യങ്ങളും പറയാതെ എന്ന വാക്ക് മാറ്റി പറയുകയാണ്. പാർവതി, നിന്റെ മനസ്സിൽ പ്രിയൻ പോയത് കൊണ്ട് എന്തെങ്കിലും തോന്നുന്നുണ്ട്? അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് പറയണേ, ഇതുവരെ അനുഭവിക്കാത്ത ഒരു വേദനയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതൊന്നും പ്രിയന് മനസ്സിലാകുന്നില്ലേ? പ്രിയൻ ചേട്ടന് എല്ലാം മനസ്സിലാകുന്നുണ്ട്, എന്നിട്ടാണ് പ്രിയൻ ചേട്ടൻ പോകുന്നത്. അത് കേട്ടപ്പോൾ മോഹനം പറയണ, ആ പാപിക്ക് എല്ലാവരുടെയും മനസ്സറിയാം, അത് തന്നെയാണ് അവൻ്റെ വരവും, അത് തന്നെയാണ് അവൻ്റെ ശാപവും എന്ന് പറഞ്ഞ് മോഹനനും സങ്കടം വരികയാണ്. ഇവിടെ പ്രിയൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ശോഭ ചോദിക്കുകയാണ്, എവിടേക്കാണ് പ്രിയ നീ പോയത്? അത് പിന്നെ ഞാൻ എല്ലാവരെയും കാണാനൊന്ന് പോയതാണ്, മോഹനെയും ജയന്തിയെയും സൗസൊക്കെ കാണാൻ വേണ്ടി പോയതാണ് എന്നും പറഞ്ഞ് വിഷമത്തോടു കൂടി പ്രിയ നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് റൂമിൽ ചെന്ന് പാർവതി കിടന്ന് ആ ഭാഗമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, കട്ടിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് പാർവതി തലയ്ക്ക് വെച്ച് ആ തലയണ എടുക്കുക
എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ആ തലേണയുടെ കവർ ഊരുകയാണ് കേട്ടോ. എന്നിട്ട് പ്രിയൻ അത് ബാഗിലേക്ക് ആക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ദർശന അവിടെ നിന്നും മറഞ്ഞ് കാണുന്നുണ്ട്. പ്രിയൻ ചേട്ടന് പാർവതിയോട് എന്തുമാത്രം അധികം സ്നേഹമുണ്ട്, എന്നിട്ടും പ്രിയൻ ചേട്ടൻ എന്തിനാണ് ഇവിടെ നിന്നും പോകുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ. അങ്ങനെ പ്രിയൻ്റെ അടുത്തേക്ക് ദർശന വരികയാണ്. അല്ല പ്രിയൻ ചേട്ടൻ എന്തിനാണാവോ ഈ കവർ എടുത്തുകൊണ്ട് പോകുന്നത്? അത് പിന്നെ എനിക്ക് വീട്ടിലെ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയാണ്. വീട്ടിലെ ഓർമ്മയാണോ അതോ പാർവതിയെക്കുറിച്ചുള്ള ഓർമ്മയാണോ? അത് കേട്ടപ്പോൾ പ്രിയൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്ക് പാർവതിയോട് ഇഷ്ടമുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ, എന്തിനാണ് നീ അത് മറച്ചു വെച്ച് അവളെ സ്നേഹിക്കുന്നത്? ദർശനെ, നീ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ വേണ്ടി നിൽക്കണ്ട. ഞാനല്ലേ നിന്നോട് പറഞ്ഞത് ഞാനും പാർവതിയും തമ്മിൽ അങ്ങനെ ഒന്നുമില്ല എന്ന്. ദർശനോട് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബാഗ് എടുത്തുകൊണ്ട് റൂമിൽ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ശോഭയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ, അമ്മേ എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വിഷമത്തോടു കൂടി പ്രിയൻ പോകാൻ നിൽക്കുമ്പോൾ ശോഭ അങ്ങ് പൊട്ടിക്കരയുകയാണ്. മോനെ പ്രിയ, നിനക്ക് ഇവിടെ നിന്നും പോകണം എന്നുള്ളത് നിർബന്ധമാണ്, നിനക്ക് പോവാതിരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു ദൂരെ വഴിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണോ എന്നെ പറഞ്ഞു വിടേണ്ടത്? സന്തോഷത്തോടു കൂടിയല്ലേ പറഞ്ഞു വിടേണ്ടത്? സന്തോഷമില്ലാഞ്ഞത് കൊണ്ടല്ലേ പ്രിയ നിന്നോട് പോവരുത് എന്ന് പറഞ്ഞത്? അപ്പോൾ ദർശന പറയണം, മതി അമ്മ അവനോട് സംസാരിച്ചത്, അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവനിഷ്ടം ഇവിടെ നിന്ന് പോവാനല്ലേ, അവനങ്ങ് പോവട്ടെ. അവൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലാണ് അവന് എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദന അവന് മനസ്സിലാവൂ എന്ന് അർത്ഥം വെച്ചുകൊണ്ട് ദർശന പറയണേ. അപ്പോഴൊന്നും പ്രിയ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ പ്രിയൻ അവരോട് യാത്ര പറഞ്ഞ ശേഷം അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ആ പ്രിയൻ പോകുന്നത് കാണുമ്പോൾ ശോഭ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ശോഭയും ദർശനയും വേദനയോട് കൂടിയാണ് പ്രിയൻ പോകുന്നത് നോക്കി നിൽക്കുന്നത്. അങ്ങനെ പ്രിയനെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയി ആക്കാൻ വരുന്നത് ആ ഓട്ടോക്കാരൻ തന്നെയാണ്. ഓട്ടോക്കാരനെ കണ്ടതോടുകൂടി പ്രിയൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ അമ്മയുടെയും ദർശനയുടെയും മുന്നിൽ വെച്ച് ഓട്ടോക്കാരൻ പാർവതിയെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടിയാട്ടോ. അങ്ങനെ അയാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പ്രിയൻ തടുക്കുകയാണ്. എന്നിട്ട് പറയണത്, ബസ്സിന് സമയമായി, പെട്ടെന്ന് ഓട്ടോ എടുത്ത് എന്നെ സ്റ്റാൻഡിലാക്കി തായോ എന്ന് പറഞ്ഞ് പ്രിയൻ പെട്ടെന്ന് ഓട്ടോയിൽ കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ ദർശനയും ശോഭയും കരഞ്ഞുകൊണ്ടാണ് കേട്ടോ വീട്ടിലേക്ക് പ്രിയൻ പോയി കഴിഞ്ഞ ശേഷം പോകുന്നത്. അങ്ങനെ കരഞ്ഞുകൊണ്ട് എൻ്റെ മോൻ എന്നെ വിട്ടു പോയി, ഇനിയിപ്പോൾ അവൻ 3 വർഷം കഴിഞ്ഞാണ് വരൂ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി ദർശനയോട് പറയണേ. അപ്പോൾ ദർശന ആശ്വസിപ്പിക്കുകയാണ്, എന്താവശ്യമുണ്ടെങ്കിലും മോഹനെ വിളിച്ചാൽ മതി എന്നൊക്കെ പ്രിയൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നീട് കരുണാകരനും മുക്തയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ പാർവതി കൊണ്ടുവന്നിട്ടുള്ള ഗന്ധർവൻ്റെ എല്ലാ സാധനങ്ങളും കത്തിച്ച് കളയണമെന്ന് കരുണാകരനോട് പറയുമ്പോൾ, അല്ല അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത്? അതൊക്കെയുണ്ട്, ഇത് കത്തിച്ച് കളയാൻ പറഞ്ഞത് തന്നെ കൈലാഷല്ലേ. അവനെ ഞാൻ തെറ്റിദ്ധരിപ്പിച്ച് പ്രിയനാണ് ഗന്ധർവൻ എന്നുള്ളത് അവനെ കൊണ്ട് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം പിന്നെ ഈ സാധനങ്ങളെല്ലാം അവൻ കത്തിച്ച് കളയണം എന്നുള്ളത് ആവശ്യപ്പെട്ട നമ്മളത് ചെയ്തു കൊടുക്കേണ്ടേ? അപ്പോൾ കരുണാകരൻ പറയണ, അതൊക്കെ മുക്ത പറഞ്ഞത് ശരി തന്നെയാണ്, പ്രിയനാണെങ്കിലോ ഈ നാട് വിട്ടു പോവുകയും ചെയ്യാണ്. പ്രിയനല്ല ഗന്ധർവൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതോ ഒരാളാണ് ഗന്ധർവൻ. പക്ഷേ ഇപ്പോൾ പ്രിയനും ഇവിടെ നിന്നും പോയി ഗന്ധർവനെയും കാണാനില്ല. അങ്ങനെയാകുമ്പോൾ കൈലാഷും പാർവതിയും കൂടുതൽ അടുക്കുകയല്ലേ ചെയ്യുക? അത് കേട്ടപ്പോൾ മുക്തക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എപ്പോൾ നോക്കിയാലും വായെടുത്താൽ ഇത് തന്നെയാണോ കരുണാകരൻ എനിക്ക് പറയാനുള്ളത്? എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്, പ്രിയനല്ല ഗന്ധർവൻ എന്നുള്ളത് നമുക്കറിയാലോ. അതുപോലെ പാർവതിയെ കൈലാഷ് വെറുക്കണം, അതിനുള്ള വഴി എന്താണെന്നുള്ളത് എനിക്കറിയാം. പാർവതിയെ കൈലാഷ് തന്നെ ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കണം, അതിനുള്ള വഴി എന്താണെന്നുള്ളതൊക്കെ എനിക്ക് ചെയ്യാനറിയാം. ഇപ്പോൾ കരുണാകരൻ ഞാൻ പറഞ്ഞതുപോലെ അവളറിയാതെ ആ സാധനങ്ങളെല്ലാം കത്തിച്ച് കളഞ്ഞേക്കും. ആരും കാണാതെ വേണം കരുണാകരൻ അതെല്ലാം കത്തിച്ച് കളയേണ്ടത് എന്ന് പറഞ്ഞ് കരുണാകരൻ ഗന്ധർവൻ അയച്ചു കൊടുത്ത എല്ലാ സാധനങ്ങളും പാർവതി കൊണ്ടുവച്ച സ്ഥലത്ത് നിന്നും എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം പ്രിയനും ഓട്ടോക്കാരനും കൂടി ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ പെട്ടെന്ന് ഓട്ടോ നിർത്തുകയാണ്. അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ്, എന്തിനാണ് ചേട്ടാ നിങ്ങൾ ഓട്ടോ നിർത്തിയത്? അത് പിന്നെ മോനെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണാവോ? ആ പാർവതി എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. ആ കുട്ടി കരഞ്ഞുകൊണ്ടാണ് നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത്. നീ ആരാണെന്നുള്ളതും എന്താണെന്നുള്ളതും എനിക്ക് ഗന്ധർവനെ കാണണം എന്നൊക്കെ പറഞ്ഞ് നീയല്ലേ എന്നോട് പറഞ്ഞത് ആ കുട്ടിക്ക് ഏതോ ഒരു വിവാഹം വന്നു, ഒരു പണക്കാരൻ പയ്യനെ കൊണ്ടുള്ള വിവാഹം വന്നു എന്നൊക്കെ. പക്ഷേ ആ കുട്ടി പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു വിവാഹവും വന്നിട്ടില്ല, എനിക്ക് ഇനിയിപ്പോൾ ആരങ്ങനെ വന്നാലും എൻ്റെ വിവാഹം നടക്കില്ല, എനിക്ക് ഗന്ധർവനെ തന്നെയാണ് വേണ്ടത്. ആരാണ് ഗന്ധർവൻ എന്നുള്ളത് എനിക്ക് ചേട്ടനൊന്ന് കണ്ടുപിടിച്ച് തരണം എന്നൊക്കെയാണ് ആ കുട്ടി പറഞ്ഞത്. എന്തിനാണ് ആ പാർവതിയെ വിട്ട് മോനെ നീ പോകുന്നത്? എന്ത് കാരണം കൊണ്ടാണ്? എന്നെ എന്തുമാത്രം ആ പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ട്, നീ എന്തിനാണ് ആ പെൺകുട്ടിയെ വെറുതെ തെറ്റിദ്ധരിച്ചത്? അവളുടെ വിവാഹമൊന്നും ഉറപ്പിച്ചിട്ടില്ല, നീ വെറുതെ തെറ്റിദ്ധരിച്ചതാണ്, നീ ഉപേക്ഷിച്ച് കളയരുത് എന്ന് പറഞ്ഞ് ഓട്ടോക്കാരൻ ഉപദേശിക്കുമ്പോൾ പ്രിയൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ്.
ഇനി മേലിൽ എന്നെക്കുറിച്ചും പാർവതിയെക്കുറിച്ചും നിങ്ങളൊന്നും സംസാരിക്കരുത്. പാർവതിയെ കണ്ടാൽ എന്നെക്കുറിച്ചും നിങ്ങൾ അവളോട് പറയരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇല്ലെങ്കിൽ അവളുടെ ജീവിതം നരകതുല്യമാവും. കേട്ടപ്പോൾ പ്രിയൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഇനി പറയരുത് എന്നുള്ളത്. എനിക്ക് നിങ്ങളുടെ ഓട്ടോ വേണ്ട, ഞാൻ വേറെ ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളും. അയ്യോ മോനെ നീ പോവണ്ട, എനിക്ക് എൻ്റെ ജോലി ചെയ്തല്ലേ പറ്റൂ, ഞാൻ ചെയ്തോളാം. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ആ പെൺകുട്ടി നീ എവിടെ പോയി ഒളിച്ചാലും നീയാണ് ഗന്ധർവൻ എന്നുള്ളത് ആ പെൺകുട്ടി കണ്ടുപിടിച്ചിരിക്കും. എന്തായാലും നീ ഓട്ടോയിൽ കയറി, ഞാൻ സ്റ്റാൻഡിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഓട്ടോയിൽ കയറി പോവാണ്. അപ്പോഴാണ് ദർശന പ്രിയൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. നീ എന്തിനാ ഇപ്പോൾ എന്നെ വിളിച്ചത്? ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ പ്രിയൻ ചേട്ടൻ സത്യം പറയുമോ? എന്ത് സത്യമാണാവോ നിനക്കിനി ഈ സമയത്ത് അറിയേണ്ടത്? അല്ല, പാർവതി കിടന്ന പില്ലോ കവർ പോലും പ്രിയൻ ചേട്ടൻ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലല്ലേ? പ്രിയൻ ചേട്ടനും പാർവതിയും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് തുറന്നു പറയാത്തത്? നിങ്ങൾ എന്തോ ഒരു കാരണത്തിൻ്റെ പുറത്താണ് അത് പറയാതിരിക്കുന്നത്. അതെന്താണ്? എന്താണെങ്കിലും നിങ്ങൾ രണ്ടുപേരും അത് തുറന്ന് സംസാരിച്ച് പ്രിയൻ ചേട്ടന് പോവാതിരുന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പ്രിയൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. ദർശനയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലിട്ടോ. അങ്ങനെ പ്രിയൻ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ പ്രിയൻ പറയണ, നീ വെറുതെ വായിൽ തോന്നുന്നു വിളിച്ചു പറയാതെ മര്യാദയ്ക്ക് നീ ഫോൺ വെക്കുന്നുണ്ടോ? ഇനി മേലിൽ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഫോണ് കട്ടാക്കുകയാണ്. എന്നിട്ട് ദർശന പാർവതിക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ളത് തീരുമാനിക്കുകയാണ് കേട്ടോ. ഈ സമയം പാർവതിയാണെങ്കിലും പ്രിയൻ പോയ വിഷമത്തിൽ വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് ഓരോ ജോലിയും ചെയ്യുന്നത്. അപ്പോൾ സൗസ ഇത് കണ്ടുകൊണ്ട് വരികയാണ്. എന്തിനാണ് പാറു നീ ഇങ്ങനെ കരയുന്നത്? എനിക്കും പ്രിയൻ ചേട്ടൻ ഇവിടെ നിന്നും പോയത് കൊണ്ട് എനിക്കും വിഷമമുണ്ട്. പക്ഷേ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. പ്രിയൻ ചേട്ടൻ പോയ ആൾ തിരിച്ചു വരില്ലല്ലോ. പ്രിയൻ ചേട്ടൻ്റെ തീരുമാനത്തിൽ നിന്നും പ്രിയൻ ചേട്ടൻ മാറില്ലല്ലോ എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അപ്പോൾ പാർവതി പറയണ, എനിക്ക് കഴിയുന്നില്ല, എത്ര കരയണ്ട എന്ന് തീരുമാനിച്ചാലും പക്ഷേ ഞാൻ അറിയാതെ കരഞ്ഞു പോവുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് മോഹനൻ വരുന്നത്. അപ്പോൾ മോഹനൻ പാർവതിയുടെ ആ വിഷമം കാണുമ്പോൾ ഇനി പാർവതിയെ ഇങ്ങനെ സങ്കടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. പാർവതിയോട് എല്ലാ സത്യങ്ങളും പറയാം, ഗന്ധർവൻ പ്രിയനാണെന്നുള്ള കാര്യം പറയാം എന്ന് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് മോഹനൻ വരികയാണ്. അപ്പോഴാണ് പാർവതിയുടെ ഫോണിലേക്ക് ദർശന വിളിക്കുന്നത്. ആ ഫോൺ അടിക്കുന്നത് കേട്ടതോടുകൂടി അത് പ്രിയൻ ചേട്ടനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ഫോണിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൗസുവും ഒപ്പം തന്നെ ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും മോഹന അവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ മോഹന സത്യങ്ങൾ പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ഫോൺ എടുക്കാൻ വേണ്ടി പാർവതി അങ്ങ് പോവുകയാണ്. അങ്ങനെ പാർവതി ഫോൺ എടുക്കാൻ വേണ്ടി ചെല്ലുന്ന ആ കൃത്യസമയത്ത് കരുണാകരൻ അവിടേക്ക് വരികയാണ്. ആ കരുണാകരനെ കണ്ടതോടുകൂടി സൗസവ് പറയണേ, പാർവതി നീ ഫോൺ എടുക്കാൻ വേണ്ടി നിൽക്കണ്ട, ആ കരുണാകം അവിടെ തന്നെ നിൽക്കുന്നതാ നമ്മളെ നോക്കിക്കൊണ്ട്. അപ്പോൾ കരുണാകരൻ ഒച്ച എടുത്തുകൊണ്ട് പറയണേ, എവിടേക്കാണാവോ ഓടി വരുന്നത്? ഫോൺ എടുക്കാനാണോ? ഇല്ല, പോയി മര്യാദയ്ക്ക് ജോലി എടുക്കാൻ വേണ്ടി നോക്ക് എന്ന് പറഞ്ഞതോടുകൂടി മോഹനും പെട്ടെന്ന് അവിടെ നിന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതിയും സൗസവും വീണ്ടും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഫോൺ എടുക്കാതെ. അപ്പോൾ ദർശൻ അങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പാർവതി നീ ഒന്ന് ഫോൺ എടുക്ക്, എൻ്റെ ചേട്ടൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് നിന്നോട് പറയണം, നീ ഒന്ന് ഫോൺ എടുക്ക് എന്ന് പറയാൻ സ്വയം ഇങ്ങനെ പറയുകയാണ്. എന്താ പാർവതി നീ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ദർശന സ്വയം പറയുകയാണ്. അങ്ങനെ ദർശന പാർവതിയുടെ ഫോണിലേക്ക് തുടരെ വിളിക്കുകയാണ്. പക്ഷേ കരുനാഗം കാരണം പാർവതിക്ക് ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മോഹനൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എല്ലാ സത്യങ്ങളും എനിക്ക് അറിയാതിരുന്നാൽ മതിയായിരുന്നു, എങ്കിൽ എനിക്കും ഇപ്പോൾ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നു. ഈ പ്രിയൻ കാരണം എന്തിനാണ് പ്രിയൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിൽ സ്വയം ചിന്തിച്ച് മോഹനൻ വിഷമത്തോടു കൂടി പാർവതിയോട് സത്യം പറയാനാവാതെ നിൽക്കുകയാണ്. അങ്ങനെ ഇനി പാർവതി പ്രിയനാണ് ഗന്ധർവൻ എന്നുള്ള സത്യം അറിയുകയാണ് കേട്ടോ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.